ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓട്ടോബർഗിൻ്റെ BLDC ഫാനിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പുതിയതായിട്ട് പഠിച്ചിരിക്കുന്നതാണ്. കാരണം ഇവിടെ കറണ്ട് ചാർജ് കുറച്ചധികം കൂടുതൽ, എന്നാൽ നോർമൽ തന്നെ വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് സാധാരണ 2 മാസം കൂടുമ്പോൾ 1000 രൂപ റേഞ്ചിലേക്ക് വരാറുള്ളൂ. ഇപ്പോൾ 2000-ന് മുകളിൽ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആദ്യം ഒരു സോളാർ എടുക്കാമെന്നുള്ളത് ഇല്ല. അതായത് നമ്മളിവിടെ ഇൻവെർട്ടർ ഉണ്ട്, അതിനപ്പോൾ സോളാർ ഓഫ് ഗ്രിഡ് സോളാറായിട്ട് ചെയ്യാമെന്നുള്ള ലെവലിലൊക്കെ ആദ്യം ചിന്തിച്ചു. പക്ഷേ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ എന്താണെങ്കിൽ ഒരു 1 ഇയറിന് ശേഷം ചിലപ്പോൾ ഓൺ ഗ്രിഡ് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളൊരു കൺസെപ്റ്റില്ലേ. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ, ലൈറ്റും ഫാൻസാണ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. എന്നാലും വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് റെഗുലർലി ചിലപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ വാഷിംഗ് കാര്യങ്ങളൊക്കെ വരാറുള്ളൂ. ഞങ്ങൾ രണ്ട് പേരുള്ളൂ വീട്ടിൽ. അതുകൊണ്ട് അപ്പോൾ ഒരു ഫാൻ എന്തായാലും കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. ഏകദേശം 10-20 കൊല്ലമായി ഉപയോഗിച്ചിട്ടില്ല, മേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ഫാൻ മേടിക്കാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ BLDCനെ കുറിച്ച് നമ്മൾ കുറച്ച് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ട സമയത്ത് നോർമൽ അപ്പോൾ അത് മേടിക്കാം എന്നുള്ള ധാരണയിലാണ് നമ്മളത് BLDC ആമസോണിൽ നിന്ന് എടുത്ത ഓട്ടോംബർഗ് കമ്പനിയുടെയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഫാൻ ഏകദേശം ഒരു 70 വാട്ട് 80 വാട്ട് റേഞ്ചിലാണ് കറണ്ട് ഇതിൻ്റെ കൺസപ്ഷൻ വരിക. ഇതിന് മാക്സിമം വരുന്നത് 28 വാട്ടാണ്. നമ്മളോട് അറിയാലോ, നോർമൽ വേനൽക്കാലമായി പ്രത്യേകിച്ച് 24 hours ഇത് ഓണായി കിടക്കുകയായിരിക്കും. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളിപ്പോൾ 2 ഫാൻ മേടിച്ചിട്ടുണ്ട്. 2 റൂമിലേക്ക് ആയിട്ട് 2 ഫാൻ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന റൂമിലേക്കും ഞങ്ങളുടെ റൂമിൽ തന്നെ. മെയിനായിട്ട് ഹോളിലും ഞങ്ങളുടെ ബെഡ്റൂമിലാണ് കൂടുതൽ ഫാൻ യൂസ് വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം റേറ്റ് നമ്മൾ സാധാരണ ഫാനിനേക്കാളും കൂടുതലാണ്. സാധാരണ ഫാനിന് ഒരു 1500-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഫാൻ കിട്ടും. പക്ഷെ കറണ്ട് ചാർജ് കറണ്ട് ചാർജ് അല്ല വരിക. അപ്പോൾ BLDC വന്നപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഓഫ് ഗ്രിഡ് സോളാറിൻ്റെ തൽക്കാലം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് മേടിക്കാൻ തീരുമാനിച്ചു. 3600 ഒരു ഫാൻ ഉണ്ടാവും. പക്ഷെ കിടലൻ ഫാനാണെന്ന് തോന്നുന്നു. ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്, BLDC മോട്ടർ വരുന്നത്. പാക്കിങ്ങിൻ്റെ സൂപ്പർ പാക്കിംഗ് ആണ്. ഇതാണ് BLDCയുടെ മോട്ടർ ഫാൻ ഇൻഡക്ഷൻ ടൈപ്പ്. വയ്ക്കാം. പിന്നെ ഇതിൽ വരുന്നത് എന്താ, കപ്പ്, ഫാൻ്റെ കപ്പ്. പക്ക ഫിനിഷിംഗ് ആണ് ഫാൻ്റെ കപ്പ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് റിമോട്ടിലാണ്. നമുക്ക് സാധാരണ റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. റിമോട്ടിലാണ് വർക്ക് ചെയ്യുക. ഇത് ക്യൂട്ടായിട്ടുള്ള ചെറിയ റിമോട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട്. പിന്നെ ഇതിലുള്ളത് പിടിപ്പിക്കാനുള്ള നട്ട് ബോൾട്ട് സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ പൈപ്പ്, ബാറ്ററി, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ലീഫ്, ഞാൻ മേടിച്ചിരിക്കുന്നത് 1200 mm ലീഫാണ്. ഇത് ഞാൻ ഡാർക്ക് കളർ നോക്കി എടുത്ത ഓഫ് വൈറ്റ് കളറൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഇതിൽ ഡാർക്ക് കളർ എടുത്ത് മുഷിക്കണ്ടല്ലോ, ജസ്റ്റ് മറക്കിയത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇല്ല, ഡസ്റ്റ് ഫ്രീ ആണ്. ഇതിലൊരു കോട്ടിങ് വരുന്നുണ്ട്, പൊടി പിടിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇതേ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഡസ്റ്റ് ഫ്രീ ഫാൻ വാങ്ങുകയാണെങ്കിൽ ഏകദേശം 2000-ന് മുകളിലുണ്ട്. ഇതാണ് കണ്ടല്ലേ, ഡസ്റ്റ് ഫ്രീ നല്ല ഫിനിഷിങ്ങിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് നോക്കിയിട്ട് തന്നെ പറയാം. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റ് ഫ്രീ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ഇവിടെ LED ലൈറ്റ് വരും. ഫുൾ ടൈം വേണമെങ്കിൽ നമുക്ക് ഓണാക്കി ഇടാം. നമുക്കൊരു ബെഡ് ലൈറ്റിന് പകരം, പക്ഷേ ലൈറ്റ് അല്പം കൂടുതലാണ് തോന്നുന്നു കേട്ടോ, ലൈറ്റിന് പകരം ബെഡ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഓരോ റിമോട്ടിൽ നമ്മൾ ഓരോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ഇതിൽ ലൈറ്റ് 1 സെക്കൻഡ് 3 4 അങ്ങനെ 5 6 സ്പീഡ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് കുറവായിരിക്കും. മെയിനായിട്ട് കറണ്ട് ചാർജ് തന്നെ സ്റ്റൈലിഷും ആണ്. കറണ്ട് ചാർജ് 3600 എനിക്ക് നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആൻറ്റി ഡസ്റ്റ് കോട്ടിംഗ് ഉള്ള ഫാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 മുകളിൽ വരും. അപ്പോൾ അതിനപേക്ഷിച്ച് 3500 കൊടുത്താൽ 80 വാട്ട് വലിക്കുന്ന നോർമൽ ഫാനിൻ്റെ അപേക്ഷിച്ച് ഇതിൻ്റെ മാക്സിമം സ്പീഡിൽ, അതായത് 5th സ്പീഡിൽ 5th 6th സ്പീഡ് 6 സ്പീഡിലെന്ന് തോന്നുന്നു, ആ സ്പീഡിൽ 28 വാട്ടാണ് വലിക്കുള്ളൂ. പിന്നെ ബൂസ്റ്റർ എന്നൊരു മോഡുണ്ട്, റിമോട്ടിലാണ് ബൂസ്റ്റർ എന്നൊരു മോഡ് വരുന്നുണ്ട്. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ 36 വാട്ട് വരെ വലിക്കുള്ളൂ. മറ്റേത് 80 നോർമൽ ഇതിൽ തന്നെ 80 വാട്ടാണ്. ഇത് സ്പീഡ് കുറയണ സമയത്ത് നമ്മൾ എടുക്കുന്ന കറണ്ടിൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സ്പീഡിലാണെങ്കിൽ 6 വാട്ട് വരെ എടുക്കുള്ളൂ. ചില കണ്ടീഷനിൽ 3 വാട്ട് മുതൽ 6 വാട്ട് വരെ എടുക്കുള്ളൂ കറണ്ട്. അപ്പോൾ അത്രയ്ക്ക് എഫിഷ്യൻസി ഉള്ള ഒരു ഫാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി വീട്ടിൽ കറണ്ട് ചാർജിൻ്റെ മെയിൻ ഒരു പങ്ക് ഫാൻ വഹിക്കുന്നുണ്ടാവും. അതായത് ഫുൾ ടൈം ഫാൻ ഉപയോഗിക്കാത്ത വീടുകളില്ല. അത് വർഷക്കാലമാണെങ്കിൽ ഉപയോഗിക്കും, വേനൽക്കാലമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, 24 hours ഓണായി കിടക്കും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് BLDC മോട്ടർ കാര്യങ്ങൾ, പവർഫുൾ ബൂസ്റ്റ് മോഡ്, ലോങ്ങർ ബ്ലേഡ് ഫാൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഫീച്ചേഴ്സ് വരുന്നത്. മെയിനായിട്ട് എഫിഷ്യൻസി, പിന്നെ ക്വാളിറ്റി കണ്ടില്ലേ, പക്ക ക്വാളിറ്റിയാണ്, അടിപൊളി. ഇതിൻ്റെ വൈൻഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചില്ലിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഇത് പിടിപ്പിച്ചതിന് ശേഷം കാണാം ബാക്കിയായി. ഓക്കെ, അപ്പോൾ നമ്മളെ ഫാൻ ഫിറ്റിംഗ് കഴിഞ്ഞു. ക്യൂട്ടാണ്, ഭയങ്കര ഒതുങ്ങിയ ഫാനാണ്, ഭയങ്കര എന്താ പറയുക പ്രത്യേക അട്രാക്ഷനാണ് അതിൽ. അപ്പോൾ ഇതിലെല്ലാം വർക്കിംഗ് വരുന്നത് നമ്മളെ ഈ ചെറിയൊരു റിമോട്ട് ഉണ്ട്, റിമോട്ടിലാണ് ഇതിൻ്റെ എല്ലാ വർക്കിംഗ് വരിക. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ റെഗുലേറ്റർ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല പുതിയതായിട്ട് പിടിപ്പിക്കുന്ന വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഫാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓണ് കണ്ടോ, ഓണ് ഇതിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് സ്പീഡ്, അത് ഫസ്റ്റ് സ്പീഡാണ്. ഇങ്ങനെ സെക്കൻഡ് കാണിച്ചു തരാം. അത് ഓരോ നമ്മൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ അതിനുള്ളിൽ LED ഉണ്ട്, ആ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഒരു ലൈറ്റ് കത്തിയപ്പോൾ ഈ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ സെക്കൻഡ് അടുത്ത ഇതായി സെക്കൻഡ് സ്പീഡാണത്. സെക്കൻഡിലാണ് അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് ഇനി തേർഡ്, മൂന്നാമത്തെ ലൈറ്റ് കത്തി, തേർഡ് സ്പീഡൊക്കെ പറഞ്ഞാൽ നല്ല കാറ്റായി. കാരണം നമുക്ക് ഞങ്ങളുടെ ചെറിയ ഹോളാണ്, അതുപോലെ അത് വെച്ച് ഞാൻ പറയാൻ നല്ല കാറ്റായി. ഇത് ഫോർത്ത്, അടുത്തത് ഫിഫ്ത്ത്, 5 ലൈറ്റായി, 2 4 5 ലൈറ്റായി. ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കണ്ടുവിട്ടു. അത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ഫുൾ ടൈം LED വേണമെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ കാണിച്ചു തരാം. അത് സിക്സ്ത് സ്പീഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഹൈ സ്പീഡ്. ഇനി ഇതിൽ ഓൾറെഡി വരുന്നത് ഒരു ബൂസ്റ്റ് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം. ബൂസ്റ്റ്, ഇതിപ്പോൾ ബൂസ്റ്റിലേക്ക് ആക്കാൻ പോകാം. ബൂസ്റ്റ് ഒന്നുകൂടി നല്ല ബൂസ്റ്റ് ചെയ്തിട്ട് കറങ്ങാം, അതിൻ്റെ ആവശ്യം വരുന്നില്ല ആക്ച്വലി. ഇനി ഇത് നമുക്ക് രാത്രി ലൈറ്റ് കാണണം എന്നുണ്ടെങ്കിൽ LED ഫുൾ ടൈം ഓൺ ആക്കിയത്. അതിൽ LED ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇതുപോലെ കത്തി കിടക്കും. ഇതുപോലെ കത്തും, നല്ല ഭംഗിയാണല്ലേ കാണാൻ. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്. സ്ലീപ്പ് മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവലി കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്ലീപ്പ് ആവും, അതായത് ഓഫ് ആവും. പിന്നെ അടുത്ത് ടൈമറാണ്, ടൈമറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈമർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടൈമിംഗ് അനുസരിച്ച് സ്പീഡിൻ്റെ വേരിയേഷൻ കാണിക്കാൻ പറ്റും. ടൈം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ പറ്റും, സെക്കൻഡ്സ് അല്ല, മിനിറ്റ് സെക്കൻഡ് ഒന്നുമല്ല.
സ്ലീപ്പാണ്. സ്ലീപ്പിലിട്ട് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മുടെ സ്പീഡ് മണിക്കൂറിനനുസരിച്ച് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ സ്പീഡ് കുറയും, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് കുറയും. അങ്ങനെ കുറഞ്ഞ് നമ്മൾ പിന്നെയുള്ള 12 മണിയാകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു നമ്മൾ 9-10 സമയത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണി 2 മണിക്ക് ആകുമ്പോഴേക്കും ഒരു സ്പീഡ് കുറഞ്ഞ് സെക്കൻഡ് സ്പീഡിലേക്ക് ആവും. സെക്കൻഡ് സ്പീഡ് പറയുകയാണ് നമ്മൾ രാത്രി മൊത്തം, അതായത് 6 മണിക്ക് നമ്മൾ ഇരിക്കുന്ന രാവിലെ വരെ ആ സെക്കൻഡ് സ്പീഡിൽ വർക്ക് ചെയ്യാറ്. ആ സ്പീഡ് സ്ലീപ്പിലിട്ട് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മളുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനനുസരിച്ച് നോർമലി അതിൻ്റെ ഗ്രാജുവലി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പീഡ് കൂടുതലല്ല, നോർമലി സ്പീഡ് ഗ്രാജുവലി ആയിട്ട് എത്ര മണിക്കൂർ കൊണ്ട് ഗ്രാജുവലി കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. സെക്കൻഡ് സ്പീഡ് അവസാനം സെക്കൻഡ് സ്പീഡിൽ നിൽക്കും, അതുപോലെ നിൽക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 വാട്ടാണ് ഹൈ സ്പീഡിൽ വരിക. ഹൈ സ്പീഡിൽ ഇത് വരുന്ന കറണ്ട് എടുക്കുന്നത് 28 വാട്ടാണ്. നോർമൽ ഫാൻ, നോർമൽ സീലിംഗ് ഫാനിൽ എടുക്കുന്നതെങ്കിൽ 65 മുതൽ 80 വാട്ട് വരെയാണ് നോർമൽ സീലിംഗ് ഫാനിൽ കറണ്ട് നമുക്ക് കൺസ്യൂമേഷൻ വരിക. ഇതിൽ വരുന്നത് മാക്സിമം 28 വാട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 വാട്ട് 6 വാട്ടാണ് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കറണ്ട് ചാർജ് നമുക്ക് ലാഭമാണ്. അതുമാത്രമല്ല കാണാനുള്ള ഭംഗിയുണ്ട്. വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡസ്റ്റ് ഫ്രീ ആണ്. നേരത്തെ പറഞ്ഞിരുന്നു ഡസ്റ്റ് ഫ്രീ ഫാനാണ്. ഡസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി പിടിക്കില്ല. അതെന്ന് പറഞ്ഞാൽ ഈ പൊടി പിടിച്ച് കഴിഞ്ഞാൽ അത് തുടച്ച് വൃത്തിയാക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യം കുറച്ചാളൊക്കെ നമ്മൾ തുടക്കും, കുറച്ച് കഴിയുമ്പോൾ പലവരുടെ വീടുകളിൽ നടന്നാൽ ഞങ്ങൾ തന്നെ ഞാൻ കയറി കുറെ തുടച്ചൊക്കെയാണ് വൃത്തിയാക്കാറ്. നമ്മളോട് സ്റ്റൂളൊക്കെ ഇട്ട് കയറിയിട്ടാണ് വെച്ച് തുറച്ച് വൃത്തിയാക്കാറ്. അപ്പോൾ ഇതിനെ ഡസ്റ്റ് ഫ്രീ ആകുമ്പോൾ പൊടി പിടിക്കില്ല. നോർമലി മാർക്കറ്റിൽ ഡസ്റ്റ് ഫ്രീ ഫാൻ തന്നെ ഏകദേശം 2000 അബോവ് റേറ്റ് ഉണ്ട്. ഇതിന് 3600 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ മേടിച്ചത്. 2 ഫാൻ മേടിച്ചത് ആമസോണിൽ മേടിച്ചത്. 3600 രൂപയ്ക്ക് എനിക്ക് ഒരിക്കലും നഷ്ടം തോന്നുന്നില്ല. കാരണം ഇവർ പറയുന്നതനുസരിച്ച് കമ്പനി പറയുന്നത്, ഓട്ടോബർഗ് പറയുന്ന കമ്പനി ഫാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത് 3600 ഒരു 3000 മുതലാണ് സ്റ്റാർട്ടിങ് കിട്ടുന്നത്. 2850 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. നോർമൽ ഫാൻ, ഈ ഫാനല്ല നമ്മൾ സാധാരണ സീലിംഗ് ഫാനില്ലേ ആ ടൈപ്പിൽ BLDC തന്നെ സാധാ ഫാന് ഏകദേശം 2850 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിക്കോട്ടെ ലൈറ്റൊക്കെ ആയിക്കോട്ടെ കുറച്ചും കൂടി ഇതിൽ വാങ്ങിച്ചതാണത്. അപ്പോൾ ആ റേറ്റിൽ ഓൾറെഡി നമുക്കുണ്ട്. ഇതിന് മറ്റേത് ആൻറ്റി ഡസ്റ്റ് കോട്ടിങ് ഉണ്ടാവില്ല. ഇതിൽ ആൻറ്റി ഡസ്റ്റ് കോട്ടിങ് ഉണ്ട്. ഞാനത് 2 കൂടി ക്ലബ് ചെയ്തിട്ട് മേടിച്ചത്. അങ്ങനെ ഫാൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് വന്നത്. ഇവർ പറയുന്നത് ഒരു കൊല്ലത്തെ കറണ്ട് ചാർജ് ഇട്ട് കൊടുക്കുമ്പോൾ ഏകദേശം 1500 ഡിഫറൻസ് വരുന്നതാണ് ഒരു കൊല്ലത്തെ. നമ്മൾ ഒരു ദിവസം 2 ദിവസം ഉപയോഗിച്ചാൽ ഒരു മാസം ഉപയോഗിച്ചാൽ ഞാൻ കറക്റ്റ് ചിലപ്പോൾ എനിക്ക് കറണ്ട് ചാർജ് അറിയാൻ പറ്റില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പുതിയ റീഡിങ് വന്നു. അത് കഴിഞ്ഞ് അടുത്ത 2 മാസം കൂടുമ്പോഴാണ് റീഡിങ് വരിക. ആ ഇലക്ട്രിസിറ്റി ബില്ലിൽ നോക്കുന്ന സമയത്ത് കറക്റ്റ് വേരിയേഷൻ അറിയാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങളിപ്പോൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത ഇലക്ട്രിസിറ്റി ഇപ്പോൾ അടുത്ത് വരാറായിട്ട് അത് കഴിഞ്ഞിട്ട് 2 മന്ത്സ് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് കറണ്ട് ചാർജ് കുറഞ്ഞ കാര്യങ്ങൾ എന്ന് അറിയാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നോർമലി ഇതിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഞാൻ എപ്പോഴും പറയാൻ പഴയ വീട് നമ്മളുള്ള വീടുകളിൽ ഫാൻ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറിയാലും മതി. പക്ഷേ ഇലക്ട്രിസിറ്റി ആയിട്ട് നോക്കുന്ന സമയത്ത് ശരിക്കും ഇത് ഒരു ആപ്റ്റാണ്, വീടുകൾക്ക് ആപ്റ്റാണ്. പുതിയ വീടുകൾ പുതിയ വീടുകളിലേക്ക് കയറുന്നവർ ഇങ്ങനത്തെ ഫാൻസ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇല്ലെങ്കിൽ എന്താണെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റായിട്ടുള്ള വീട് പണിയാം. അപ്പോൾ അതിനൊപ്പം തന്നെ ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഒറ്റവട്ടത്തിൽ എക്സ്പെൻസീവ് ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വാറണ്ടി വരുന്നത് 2+1 ആണ്. അതായത് നോർമൽ വാറണ്ടി 2 കൊല്ലം, 1 കൊല്ലം എക്സ്റ്റൻഡ് വാറണ്ടിയാണ് വരുന്നത്. 2 കൊല്ലത്തെ വാറണ്ടി നമുക്ക് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം കിട്ടും. 1 കൊല്ലം കൂടി നമ്മൾ അതിൻ്റെ ഒന്നെങ്കിൽ ഓൺലൈനിൽ അവരുടെ ഇതിലേക്ക് എൻട്രി ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അല്ലാന്നൊക്കെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ ഒരു വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ 1 കൊല്ലം കൂടി എക്സ്ട്രാ കിട്ടും. ഓൺസൈറ്റ് വാറണ്ടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വീടുകളിൽ തന്നെ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരുന്നു. ഇതാണ് മെയിനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്യൂട്ടാണ്, ലൈറ്റിംഗ് കണ്ടില്ലേ, പിന്നെ മെയിനായിട്ട് ഇലക്ട്രിസിറ്റി. ഞാൻ മെയിനായിട്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കാം. സ്പീഡ് കുറഞ്ഞു, ലൈറ്റ് ഓഫ് ചെയ്യാം.
ഇനിയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം അടുത്തൊരു 2 months കഴിയുന്ന സമയത്തിടാം. അപ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഇതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നോ ഇല്ലയോ എന്ന് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നോർമലി ഞങ്ങളുടെ വീടുകളിൽ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും ലൈറ്റുകളെല്ലാം 5 star റേറ്റിംഗുള്ള LED ആണ്, ട്യൂബ് ലൈറ്റുകളെല്ലാം. പിന്നെ ഫാൻ മാത്രമാണ് എനർജി റേറ്റിംഗ് ഇല്ലാതെ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മേടിച്ചിരുന്നതാണ്. പിന്നെ ഫ്രിഡ്ജ് 5 star ആണ്, ലൈറ്റുകളെല്ലാം 5 star ആണ്. അങ്ങനെ നോക്കിയിട്ട് പോലെ എനിക്ക് 1000 ഏകദേശം കുറച്ച് AC കുറച്ച് ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ കൂടി വരും കേട്ടോ, 2000-ന് മുകളിൽ പോയി. അപ്പോൾ നോർമലി അപ്പോൾ ചിന്ത തുടങ്ങി ഞാൻ സോളാർ വെച്ചാലോ എന്നൊക്കെ. സോളാർ ഓൺ ഗ്രിഡ് അല്ല, നമ്മൾ ഇൻവെർട്ടർ ഉണ്ട്, ഇൻവെർട്ടറിൽ ഓൾറെഡി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓഫ് ഗ്രിഡ് തന്നെ വെച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ 10-20,000 രൂപ ഇപ്പോൾ അതിന് ചാർജിങ് കൺട്രോളറും പാനലെല്ലാം കൂടി 20,000-ന് മുകളിൽ ഓൾറെഡി ചിലവ് വരും. അപ്പോൾ തൽക്കാലം അത് വേണ്ട, സ്റ്റോപ്പ് ചെയ്യാം. കാരണം എനിക്ക് നാളെ ഒരു കൊല്ലത്തിന് ശേഷം എനിക്ക് ഓൺ ഗ്രിഡ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പാനല് 12 volt 12 വോൾട്ടിന്റെ പാനലാണ് വരിക. അപ്പോൾ എനിക്ക് ഏകദേശം 450 വോൾട്ടിന്റെ പാനൽ വേണം. പ്ലസ് ഇവിടെ നമ്മൾ ഇൻവെർട്ടർ ഉണ്ട്, ബാറ്ററികൾ സോളാർ ബാറ്ററി 160 സോളാർ ബാറ്ററി ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ ചാർജിങ് കൺട്രോളർ എല്ലാം വെക്കുമ്പോൾ 20,000 രൂപ ചിലവ് വരും. പിന്നെ ഓൺ ഗ്രിഡ് വെക്കുമ്പോൾ 12 വോൾട്ട് ഓൺ ഗ്രിഡിലേക്ക് പറ്റില്ല. പിന്നെ 24 വോൾട്ടിന്റെ സോളാർ പാനൽ വെക്കുന്ന സമയത്ത് എനിക്കൊരു ബാറ്ററി എക്സ്ട്രാ അഡീഷണൽ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് കോസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ, മൊത്തം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇത്തിരി ഡള്ളായിട്ട് നിൽക്കുന്ന അവസ്ഥ, ഇത്ര കോസ്റ്റ് എനിക്ക്. പിന്നെ അത് ബാറ്ററിയുടെ മെയിൻ്റനൻസും വരും. ചെയ്യുമ്പോൾ എന്തായാലും ഓൺ ഗ്രിഡ് ചെയ്യാം, ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് അതുകൊണ്ട് തൽക്കാലം നമ്മൾ കൂടുതൽ യൂസ് വരുന്നത് എന്താണെന്ന് ഫാനും ലൈറ്റുകളൊക്കെയാണ്. ലൈറ്റ് നോർമലി 5 star തന്നെയാണ്. അപ്പോൾ ഫാനും കൂടി അങ്ങനെ മെയിനായിട്ട് ഒരു ബെഡ്റൂമിലും ഹോളിലാണ് കൂടുതൽ ഫാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനും വൈഫും കൊച്ചു മാത്രമേ ഉള്ളൂ. അത് 2 റൂം ഈ മെയിനായിട്ട് കൂടെയാണ് ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറണ്ട് അത് കുറയുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അവരുടെ ഓൾറെഡി 28 വാട്ടാണ് പറയുന്നത്. മറ്റേ 80 വാട്ടിന് സ്ഥാനത്ത് 28 വാട്ടാണ് ഹൈ സ്പീഡിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ കറണ്ട് ചാർജ് കുറയും. അപ്പോൾ എന്താണ്, 2 മാസത്തിന് ശേഷം ഇതിന്റെ കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.